ഇങ്ങനെയുള്ളവരെ ബിഗ് ബോസ് പുറത്താക്കണം കേട്ടോ. ഞാൻ ഒരു മടിയും കൂടാതെ പറയുകയാണ്, ഇങ്ങനെയുള്ളവരെ ബിഗ് ബോസ് പുറത്താക്കിയേ പറ്റുള്ളൂ. ഇങ്ങനെ പക വെച്ച് പുലർത്തി ഈ രീതിയിൽ പെരുമാറുന്നവര് അവിടെ നിന്നാൽ ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്ത് സുരക്ഷയാണ് ബിഗ് ബോസിന് കൊടുക്കാനായിട്ട് പറ്റുന്നത്? ക്യാമറയും തല്ലിപ്പൊട്ടിച്ച് പോയി ഈ പറഞ്ഞ പോലെ നാക്കറക്കാനായിട്ടുള്ള പുറപ്പാടാണെങ്കിൽ അത് ചെയ്താൽ ആരാണ് സമാധാനം പറയാൻ പോകുന്നത്? കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അത് എന്ന് ഓർത്തോണം. രാവിലെ നടന്നതായിട്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട് എപ്പിസോഡിനകത്ത്. നെവിൻ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് കത്തി രാഗുകയാണ്. കിച്ചൺ ഏരിയ നിന്നിട്ട് ഇങ്ങനെ കത്തി ഒരു കപ്പിന്റെ മുകളിൽ വെച്ചിട്ട് കത്തി ഇങ്ങനെ രാഗിക്കൊണ്ട് നിൽക്കുവാണ്. അനീഷ് അവിടെ തൊട്ട് മുമ്പിൽ നിൽപ്പുണ്ട്. അനീഷ് ഇത് കണ്ടിട്ടാകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോ നെവിൻ ഇങ്ങനെ എന്തോ കലിപ്പ് ഇങ്ങനെ കത്തി ഇങ്ങനെ രാഗിക്കൊണ്ട് നിൽക്കുവാണ്. അനീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് നെവിൻ? ചിലപ്പോ ഷാനവാസിന് നാവറക്കേണ്ടി വന്നാലോ എന്ന് നെവിൻ പറയുന്നു. ഞാനിങ്ങനെ കത്തിരാകുന്നു ഷാനവാസിന് നാവറക്കാനാണെന്ന്. അപ്പോ അനീഷ് ചോദിക്കുന്നു, അത് വിട്ടില്ലേ? അത് വിടണോ വേണ്ടോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾ ആരാണ് അതിൽ ചോദിക്കാനെന്ന് നെവിൻ തിരിച്ചൊരു ഉത്തരം പറയുന്നു. ശരിക്കും കെട്ടിത്തരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അനീഷിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് ആ ഒരു മറ്റേ കേസിന്റെ ഒരു കലിപ്പില് നെവിൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ കത്തി ഇങ്ങനെ രാഗി എന്നിട്ട് പിന്നെ പോയി സവാള അരിയോ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടെന്നാണ് ലൈവ് റെക്കോർഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇത് വല്ലാത്തൊരു സംഭവമായി പോയി കേട്ടോ. കാരണം ഇത്രയും വലിയ സൈക്കോ ആണ് നെവിൻ എന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഡാർക്കായിട്ടുള്ള സംസാരങ്ങള് ഇതൊന്നും നമുക്ക് വെച്ചു ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ മനുഷ്യരാണെന്ന് പറയാൻ പറ്റില്ല. ക്യാമറയും തല്ലിപ്പൊട്ടിച്ച് ഈ പറയുന്ന ഷാനവാസിന്റെ നാവറത്താലോ? ഞാനൊരു പോസിബിലിറ്റി ഹൈപ്പോത്തറ്റിക്കലി ഞാൻ സംസാരിക്കുകയാണ്. എങ്കിലും ജസ്റ്റ് ആലോചിക്കേണ്ട കാര്യങ്ങളാണിത്. എന്ത് സുരക്ഷയാണ് ഉറപ്പുവരുത്താനായിട്ട് പറ്റുന്നത്? രാത്രിക്ക് രാത്രി ഇങ്ങനെ ചെയ്താൽ ആരാണ് സമാധാനം പറയുന്നത്?